ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് പേപ്പറിൽ ദ റൈസ് ആൻഡ് പവർ ഓഫ് ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് ഇൻ ദ 21st സെഞ്ച്വറി എ ക്രിട്ടിക്കൽ റിവ്യൂ റിട്ടൺ ബൈ ഡോക്ടർ ഭരത് ദിമൻ. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഒരു ആർട്ടിക്കിൾ പോലെയാണ് ഒരു ക്രിട്ടിക്കൽ റിവ്യൂ, അതായത് ഓഡിയോ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ റിലവൻസ് എന്താണെന്നുള്ളതും, ആൻഡ് വാട്ട് യു മീൻ ബൈ ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ്. സോ ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞൊരു പവർഫുൾ മീൻസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് 21st സെഞ്ച്വറിയിൽ. അതായത് ഡിജിറ്റൽ ടെക്നോളജി, സ്മാർട്ട് ഫോൺസ്, പോഡ്കാസ്റ്റിംഗ്, അതുപോലെ തന്നെ ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ യുബിക്വിറ്റസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്, ഇറ്റ് ഇസ് പ്രസൻറ്റ് എവ്രിവെയർ. സോ ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സൗണ്ട് വെച്ചിട്ട് നമ്മളൊരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നു. അത് ന്യൂസ് റിപ്പോർട്ടിങ്ങിൻ്റെ ഫോമിലാവാം, ഡോക്യുമെൻ്ററി സ്റ്റൈൽ പോഡ്കാസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഫിക്ഷണൽ ഡ്രാമാസ് ആവാം, അല്ലെങ്കിൽ കോമഡി ഷോസ് ആവാം. ഇതിനെല്ലാം കൂടി കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് സൗണ്ട് ആണ്, അല്ലേ? ആ സൗണ്ട് വെച്ചിട്ട് ലിസണേഴ്സിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്നു, എൻഗേജ് ചെയ്ത് ഇരുത്തുന്നു. ആൻഡ് ഈ ഓഡിയോ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു റിസർജൻസിന്, അല്ലെങ്കിൽ അതിൻ്റെ റൈസിന്, അല്ലെങ്കിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് അത് മാറിയതിനുള്ളൊരു വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് വെച്ചാൽ സ്മാർട്ട് ഫോണിൻ്റെ അവൈലബിലിറ്റിയും അല്ലെങ്കിൽ ബാക്കിയുള്ള മൊബൈൽ ഡിവൈസസിൻ്റെ അവൈലബിലിറ്റിയാണ്. അപ്പോൾ ഈ ഡിവൈസസ് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അവരുടെ ഫേവറേറ്റ് പോഡ്കാസ്റ്റുകൾ അല്ലെങ്കിൽ ഓഡിയോ കോണ്ടന്റ് ഓൺ ദ ഗോ കേൾക്കാൻ സാധിക്കും, അല്ലേ? എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തോ, റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ ഒക്കെ കേൾക്കാൻ പറ്റും. സോ ഈ ആക്സസിബിലിറ്റി ഈസിയർ ആയതുകൊണ്ടാണ് ആളുകൾക്ക് ഈ ഓഡിയോ കണ്ടന്റിനോട് പെട്ടെന്ന് അധികമായിട്ട് കൺസ്യൂം ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അനദർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ലോങ് ആയിട്ടുള്ള ഫോം കോണ്ടന്റിൽ ആളുകളുടെ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നു. അതായത് കുറച്ച് സമയം ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ആളുകളുടെ ഉള്ളിൽ വരുന്നു. അറ്റൻഷൻ സ്പാൻസ് എന്താ പറയുക, ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു കാര്യം കേൾക്കാൻ അല്ലെങ്കിൽ കാണാനുള്ളൊരു നമ്മുടെ ആ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഈ കാലത്ത് ഷ്രിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എല്ലാം 20 സെക്കൻഡ്സ് 30 സെക്കൻഡ്സ് വീഡിയോസും ഷോർട്സുമാണ് നമ്മൾ കൂടുതലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും എന്താണ് ഈ ഇങ്ങനെയുള്ള ലോങ് ഫോം കോണ്ടന്റ് നമ്മൾ കൂടുതൽ നേരം കേൾക്കുന്നത് നമ്മുടെ കുറച്ചും കൂടി നമ്മുടെ അറ്റൻഷൻ സ്പാനിനെ കുറച്ചും കൂടി വർദ്ധിപ്പിക്കുന്നതാണ്. നമുക്ക് കോൺസെൻട്രേഷനും നല്ലതാണ്. കാരണം സ്റ്റോറി ഇൻ ഡെപ്ത് ആൻഡ് ഇൻ ഡീറ്റെയിൽ നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോങ് ഫോം കോണ്ടന്റ് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥലത്താണ് ഓഡിയോ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആ ഒരു എക്സലൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോംപ്ലക്സ് ഇഷ്യൂസിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചോ തീമിനെ കുറിച്ചോ ഡെപ്തായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? It is only possible to listen to these long form contents. ഇനി അതുപോലെ തന്നെ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെയുള്ള പോഡ്കാസ്റ്റുകൾ. അപ്പം അങ്ങനെയുള്ള പോഡ്കാസ്റ്റുകളും ഇപ്പോൾ ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓഡിയോ സ്റ്റോറി ടെല്ലിങ്ങിൽ ഈ പോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി സോഷ്യൽ ചേഞ്ചിന് വഴിയൊരുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇൻഫോം ചെയ്യാനും ലിസണേഴ്സിനെ ഇൻസ്പയർ ചെയ്യാനും ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസിൻ്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് എക്സൈറ്റിംഗ് ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രിയേറ്റിവിറ്റിയും എക്സ്പ്രഷനും നമുക്ക് ലിമിറ്റ്ലെസ് പോസിബിലിറ്റീസ് ആണ് തരുന്നത്. അപ്പോൾ ഫിക്ഷണൽ പോഡ്കാസ്റ്റുകളുണ്ട്, കഥയുടെ പോഡ്കാസ്റ്റുകളുണ്ട്, ഓഡിയോ ഡ്രാമാസ് ഉണ്ട്, ഈ ഓഡിയോ ആർട്ടുണ്ട്, എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള. അപ്പോൾ ക്രിയേറ്റേഴ്സിന് ശരിക്കും പറഞ്ഞാൽ പുതിയ ജോണേഴ്സും ഫോർമാറ്റ്സും ഒക്കെ പ്രീവിയസ്ലി അൺഅവൈലബിൾ ആയിട്ടുള്ളതൊക്കെ പുതിയ രീതിയിൽ ഇറക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓഡിയോ കോണ്ടന്റിൻ്റെ എക്കോസിസ്റ്റം വളരെ ഡൈവേഴ്സ് അല്ലെങ്കിൽ വൈബ്രൻ്റ് ആണ്. ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ളത് കേട്ടാൽ മതി. അപ്പോൾ ഇത് ഒരു മീഡിയ ലാൻഡ്സ്കേപ്പിൽ ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, അത് വളർന്നുകൊണ്ടും ഇരിക്കുന്നു. ഇനി റേഡിയോയുടെ ഹിസ്റ്ററിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റേഡിയോ എന്ന് പറഞ്ഞാൽ പവർഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്, ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ്. ഒരു 100 വർഷത്തിലധികമായിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 19th സെഞ്ച്വറിയിലാണ് കുറച്ച് സയൻറ്റിസ്റ്റുകൾ, ഇൻവെൻറ്റേഴ്സും എല്ലാം കൂടി വയർലെസ് ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് ആൻഡ് ഇമേജസ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെയാണ് റേഡിയോയുടെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1890s ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? നിക്കോള ടെസ്ല, മാർക്കോണി, അലക്സാണ്ടർ പോപ്പോ പോലെയുള്ളവർ വയർലെസ് ടെലിഗ്രാഫി അല്ലെങ്കിൽ വയർലെസ് ടെലിഗ്രാഫി വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എയറിലൂടെ മെസ്സേജസ് കോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ കണ്ടുപിടിച്ചു. ലോങ് ഡിസ്റ്റൻസിൽ വിത്തൗട്ട് വയർ അല്ലെങ്കിൽ കേബിൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി. 1901 മാർക്കോണിയാണ് എന്ത് ചെയ്തത്? ഫസ്റ്റ് റേഡിയോ ട്രാൻസ്മിഷൻ ഇംഗ്ലണ്ടിൽ നിന്ന് കാനഡയിലോട്ട് ചെയ്തത്. അതായിരുന്നു അതിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. 1920s and 30s നമ്മൾ ഗോൾഡൻ ഏജ് ഓഫ് റേഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് റേഡിയോ വളരെ പോപ്പുലർ ഫോം ഓഫ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറി, ന്യൂസിൻ്റെ സോഴ്സുമായിട്ട് മാറി ഒരുപാട് മില്യൺസ് ഓഫ് പീപ്പിളിന്. അപ്പോൾ റേഡിയോ പ്രോഗ്രാംസ് ന്യൂസിൽ നിന്ന് സ്പോർട്സ് ബ്രോഡ്കാസ്റ്റ്, മ്യൂസിക് ഷോ, ഡ്രാമ, കോമഡി അങ്ങനെയുള്ള ഒരുപാട് ജോണറിൽ അവർ എക്സ്പ്ലോർ ചെയ്തു. മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാംസ് എന്ന് പറയുന്ന വാർ ഓഫ് ദ വേൾഡ്സ്, അത് അവിടുത്തെയാണ്, അമേരിക്കൻ സൈഡിലോട്ട് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ.
വാർ ഓഫ് ദ വേൾഡ്, ദ ലോൺ റേഞ്ചർ, ദ ഷാഡോ പോലെയുള്ള പോപ്പുലർ പ്രോഗ്രാംസ് ഒക്കെ ഇറങ്ങാൻ തുടങ്ങി. വേൾഡ് വാർ 2 സമയത്ത് റേഡിയോ ഒരു ക്രൂഷ്യൽ റോളാണ് പ്ലേ ചെയ്തത്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയും അതുപോലെ തന്നെ ന്യൂസ് ആൻഡ് ഇൻഫർമേഷന് വേണ്ടിയും സിവിലിയൻസിന്, അതായത് സിറ്റിസൺസിന്. ഇപ്പോൾ റേഡിയോ ബ്രോഡ്കാസ്റ്റ് വെച്ചിട്ടാണ് ആളുകൾ എന്ത് ചെയ്തത്, ഗവൺമെൻറ് എന്ത് ചെയ്ത് ആളുകളുടെ മൊറയിലൊക്കെ ബൂസ്റ്റ് ചെയ്ത് ഈ ഒരു വാറിൻ്റെ സമയത്ത്. ഓക്കെ, ഇനി ടെലിവിഷനാണ് അടുത്തത്. ടെലിവിഷൻ 1950s and 60s വന്നു. അതൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒരു പ്രൈമറി മീഡിയമായിട്ട് മാറി. റേഡിയോയും പോപ്പുലർ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിലും അതിൻ്റെ ഓഡിയൻസ് ഡിക്ലൈൻഡ് ആയി. ബിക്കോസ് എന്തുകൊണ്ടാണ്, ടെലിവിഷൻ സെറ്റ് മോർ ആൻഡ് മോർ ഹൗസ് ഹോൾഡ്സിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം. അപ്പം ഇപ്പം എന്താണ്, അതായത് ടെലിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വിഷ്വലായിട്ടും കിട്ടുന്നുണ്ടല്ലോ. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ ശ്രദ്ധ ഫുള്ള് ടെലിവിഷനിലോട്ട് ആയി. പിന്നീട് റേഡിയോ സ്റ്റേഷൻസിലെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ മ്യൂസിക് പ്രോഗ്രാംസിന്, അതായത് FM സ്റ്റേഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ആൻഡ് ഡിജിറ്റൽ ഏജ് ഒക്കെ ആയപ്പോൾ 21st century ആയപ്പോഴത്തേക്കും റേഡിയോ വീണ്ടും എന്തായി, പോപ്പുലറായി മാറി. അതായത് ഇൻ്റർനെറ്റ് റേഡിയോയും പോഡ്കാസ്റ്റിങ്ങും ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഓഡിയോ കോണ്ടന്റിന് എന്ത് പറ്റി, കൂടുതലായിട്ടും ഓഡിയൻസിനെ കിട്ടി. ഇപ്പോൾ സാറ്റലൈറ്റ് റേഡിയോ വഴി മ്യൂസിക് പ്രോഗ്രാമിങ്ങും പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ എന്താണ്, ട്രഡീഷണൽ റേഡിയോ സ്റ്റേഷൻസൊക്കെ ഡിജിറ്റൽ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ഓൺലൈൻ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മൊബൈൽ ആപ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി പോഡ്കാസ്റ്റിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ ന്യൂ ഫോം ഓഫ് വീഡിയോ ആണ്. അപ്പം പോഡ്കാസ്റ്റിംഗ് early 2000 വന്നത്. കുറച്ച് ടെക് സേവി ഇൻഡിവിജ്വൽസ് പുതിയ ഫോം ഓഫ് ഡിജിറ്റൽ ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് RSS ആണ്, റിയലി സിമ്പിൾ സിൻഡിക്കേഷൻ. അതായിരുന്നു ഫസ്റ്റ് പോഡ്കാസ്റ്റിങ്ങിൻ്റെ ആ ഒരു പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, പിന്നെ എന്താണ്, ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് പോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓഡിയോ കണ്ടൻറ്റും പുതിയ എപ്പിസോഡും ഒക്കെ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് റിസീവ് ചെയ്യുന്ന രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു പ്രൊവിഷനും കൂടി ഇവർ കൊടുത്തു. 2004 MTVയിലെ വീഡിയോ ജോക്കി ആയിട്ടുള്ള ആഡം കറി എന്ത് ചെയ്തു, ആൻഡ് ഓൾസോ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടുള്ള ഡേവ് വൈനറും കൂടി ഫസ്റ്റ് പോഡ്കാസ്റ്റിംഗ് ആപ്പായിട്ടുള്ള iPodder കൊണ്ടുവന്നു. ഈ ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനും ലിസൺ ചെയ്യാനും ഓഡിയോ കണ്ടൻറ്റ് വെച്ചിട്ട് സാധിച്ചു. ഓക്കെ, iPodകളിൽ അത് ഭയങ്കര പോപ്പുലറായി മാറി. പിന്നീട് ഫോളോയിങ് ഇയേഴ്സിൽ പോഡ്കാസ്റ്റിംഗ് പോപ്പുലാരിറ്റി കൂടി വന്നു. ഒരുപാട് ഇൻഡിവിജ്വൽസ് ഓർഗനൈസേഷൻസ് അവരുടെ ഓൺ ഷോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന് ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദിസ് അമേരിക്കൻ ലൈഫ് എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റിംഗ് 2005 വന്നു. അത് വളരെ പോപ്പുലറായിട്ട് മാറി, ഒരു കൾച്ചറൽ ഫിനോമിനായിട്ട് മാറി. പിന്നെ സീരിയൽ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റിംഗ്, റേഡിയോ ലാബ്, സ്റ്റഫ് യു ഷുഡ് നോ എന്ന് പറഞ്ഞേക്കുള്ള ഒരുപാട് പോഡ്കാസ്റ്റിംഗ് വീഡിയോസ് അല്ല ഓഡിയോസ് ഇറങ്ങാൻ തുടങ്ങി. 2014 ഒരു ട്രൂ ക്രൈം പോഡ്കാസ്റ്റ് വന്നു. അതാണ് സീരിയൽ എന്ന് പറയുന്നത്. അത് ഭയങ്കര പോപ്പുലറായി മാറി. അപ്പോൾ 5 million ഡൗൺലോഡ്സ് ഒക്കെ ആയിരുന്നു ഈ പോഡ്കാസ്റ്റിംഗ് ഓഡിയോയ്ക്ക് കിട്ടിയത്. അതായത് ഈ മർഡർ കേസിലെ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷനും ഓഡിയൻസിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്തിരുത്താനും ഒക്കെ ഈ സീരിയൽ എന്നുള്ള പോഡ്കാസ്റ്റിങ്ങിന് പറ്റി. അപ്പം ഈ സീരിയൽ എന്നുള്ളതിൻ്റെ സക്സസ് കാരണം പോഡ്കാസ്റ്റിംഗ് വളരെ പോപ്പുലറായി. 2019 ആയപ്പോഴത്തേക്കും അതിന് ഒരു 7,50,000 ആക്റ്റീവ് പോഡ്കാസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. അതായത് 30 million എപ്പിസോഡ്സ് ഒക്കെ വരാൻ തുടങ്ങി, ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചു. ഇനി ഓഡിയോ ബുക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓഡിയോ ബുക്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ 1930s തൊട്ട് അത് വരുന്നത്. അതിൻ്റെ ഏർലി 1930s തൊട്ട് അതിനൊരു ലോങ് ഹിസ്റ്ററി ഉണ്ട്. ഫസ്റ്റ് ഓഡിയോ ബുക്സ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആൻഡ് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ബുക്സ് വായിക്കാൻ, അതായത് ഈ ഓഡിയോ ബുക്സിൻ്റെ സഹായത്തോടുകൂടി അവർക്ക് കേൾക്കാൻ സാധിച്ചല്ലോ. സോ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ബുക്സും ലൈബ്രറി ഓർഗനൈസേഷൻസ് ഒക്കെ ഇതിനെ ബ്ലൈൻഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സെർവ് ചെയ്യാൻ വേണ്ടി ഇറക്കി. പിന്നെ വന്ന 1960s and 70s എന്ന് വെച്ചാൽ കാസറ്റ് ടേപ്സ് വന്നു. ഓഡിയോ ബുക്ക് ഇൻഡസ്ട്രി അത് റെവല്യൂഷനൈസ് ചെയ്തു. കാസറ്റ് ടേപ്സ് എന്ന് വെച്ചാൽ സ്മോളറാണ്, കുറച്ചും കൂടെ പോർട്ടബിൾ ആണ്. അപ്പം പ്രൊഡ്യൂസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എളുപ്പമായിരുന്നു. അങ്ങനെ ഓഡിയോ ബുക്സ് വീണ്ടും അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അതിൻ്റെ ഇൻക്രീസ് ആയി. ഡിജിറ്റൽ ഏജിൽ വന്നപ്പോഴത്തേക്കും 1990s ഒക്കെ ആയപ്പോഴത്തേക്കും ഓഡിയോ ബുക്സ് പിന്നെയും ട്രാൻസ്ഫോർമേഷൻ വന്നു. അതായത് കാസറ്റ് ടേപ്സിനെ CDs റിപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പം MP3 പ്ലെയേഴ്സും സ്മാർട്ട് ഫോൺസും ഒക്കെ വരാൻ തുടങ്ങി. 1997 ഓഡിബിൾ എന്നൊരു കമ്പനി വരാൻ തുടങ്ങി, ഓഡിയോ ബുക്സ് സ്പെഷ്യലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടി. അങ്ങനെ ഓഡിയോ ബുക്ക് ഇൻഡസ്ട്രിയിൽ വളരെ ഒരു പോപ്പുലറായിട്ട് മാറി ഈ ഒരു കമ്പനി. അപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതായത് സ്പീഡ്, പ്ലേ ബാക്ക്, ഇതിൻ്റെയൊക്കെയുള്ള ബട്ടൺസും കാര്യങ്ങളും, നാവിഗേഷൻ ആയിട്ടുള്ള ബട്ടൺസും കാര്യങ്ങളും ഓപ്ഷൻസും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഇത് പിന്നീട് ആമസോൺകാർ ഇതിനെ മേടിച്ചു അല്ലെങ്കിൽ അക്വയർ ചെയ്തു 2003. പിന്നെ ഓഡിയോ ബുക്സിൻ്റെ പോപ്പുലാരിറ്റി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 1.3 ബില്യൺ ആയിട്ട് മാറി അവരുടെ റവന്യൂ. അപ്പോൾ ഫ്യൂച്ചർ ഓഫ് ഓഡിയോ ബുക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ടെക്നോളജീസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വോയിസ് അസിസ്റ്റൻറ്റും വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയോ ബുക്സ് മനുഷ്യരെ കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല, ഓഡിയോ ബുക്സും ടെക്നോളജി യൂസ് ചെയ്തിട്ടും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി റൈസ് ഓഫ് ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് ആണ് പറയുന്നത്. ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് പോഡ്കാസ്റ്റ് ഓഡിയോ ബുക്സിൻ്റെ പോപ്പുലാരിറ്റിയാണ് ഓഡിയോ സ്റ്റോറി ടെല്ലിങ്ങിനെ കൊണ്ടുവന്നത്. ഫസ്റ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ് കുറച്ചും കൂടെ ഈസിയാക്കി മാറ്റി.
ഓഡിയോ കണ്ടന്റ് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും പറ്റി. അതായത് പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ആങ്കർ, ബസ് സ്പ്രൗട്ട് ഇവരൊക്കെ ഫ്രീ ടൂൾസ് ഇൻഡിവിജ്വൽസിന് കൊടുക്കാൻ തുടങ്ങി പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും. അതുപോലെ തന്നെ ഓഡിയോ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ACX ഇതൊക്കെ ഓഡിയോ ബുക്സിനെ സെൽഫ് പബ്ലിഷ് ചെയ്യാനും ഓതേഴ്സിനെ സഹായിച്ചു. സെക്കൻഡ്ലി സ്മാർട്ട് ഫോൺസിൻ്റെയും അതർ മീഡിയ ഡിവൈസസും കുറച്ചും കൂടി ആളുകൾക്ക് കൺവീനിയൻ്റ് ആക്കി മാറ്റി കേൾക്കാൻ വേണ്ടിയൊക്കെ. അതായത് നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഹൗസ് ഹോൾഡ് ചോർച്ചസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് കേൾക്കാൻ പാകത്തിൽ ആക്കി കൊടുത്തു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ ബീയിങ്സിന് സ്റ്റോറി ടെല്ലിങ്ങിനോടുള്ളൊരു കണക്ഷൻ ഉണ്ടല്ലോ, അത് എന്താണ് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി ആളുകൾ. അതായത് നമുക്ക് എക്സ്പീരിയൻസസും ഇമോഷൻസും ഒക്കെ നമുക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയും ഓഡിയോ സ്റ്റോറി ടെല്ലിങ് എന്ത് ചെയ്യാൻ തുടങ്ങി, സക്സസ്ഫുൾ ആവാൻ തുടങ്ങി. ഇനി എങ്ങനെ നമുക്ക് ഓഡിയോ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഏത് സ്റ്റോറിയാണോ നമ്മൾ പറയേണ്ടത് അത് ഡിറ്റർമൈൻ ചെയ്യുക. ഫിക്ഷണൽ സ്റ്റോറിയാണോ നോൺ ഫിക്ഷണൽ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ഒരു ക്ലിയർ ഐഡിയ നമുക്ക് അതിൻ്റെ തീമിനെക്കുറിച്ചും പ്ലോട്ടിനെക്കുറിച്ചും ക്യാരക്ടേഴ്സിനെക്കുറിച്ചും എന്ത് മെസ്സേജാണ് വാട്ട് യു വോണ്ട് ടു കൺവേ അതും നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നീട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. സ്റ്റോറി മൈൻഡിലുണ്ട്, അടുത്ത സ്ക്രിപ്റ്റ് എഴുതുക. ഡയലോഗ്, നറേഷൻ, സൗണ്ട് എഫക്റ്റ് ഇതെല്ലാം നമ്മൾ എഴുതുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയും ഇത് എഴുതാം. അടുത്ത് എന്ത് ചെയ്യുക, ഓഡിയോ റെക്കോർഡ് ചെയ്യുക. അതായത് ഒരു മൈക്രോഫോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ വെച്ചിട്ടോ ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാക്സിമം ഒഴിവാക്കുക. പിന്നെ ആഫ്റ്റർ റെക്കോർഡിംഗ് എന്ത് ചെയ്യുക, ഓഡിയോ എഡിറ്റ് ചെയ്യുക. അതായത് മിസ്റ്റേക്സും അതെല്ലാം കറക്റ്റ് ചെയ്ത് വോളിയം ലെവലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സൗണ്ട് എഫക്റ്റ് അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഓഡിയോ സ്റ്റോറി എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് പല പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഓഡിയോ പ്ലാറ്റ്ഫോം ഉണ്ട്, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയോ സോഷ്യൽ മീഡിയ ചാനൽസിലൂടെയോ ചെയ്യാം. റൈറ്റ് ടൂൾസ് ഉണ്ടെങ്കിൽ ആൻഡ് നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറബിൾ ആയിട്ടുള്ള ഓഡിയോ സ്റ്റോറീസ് വെച്ചിട്ട് ഓഡിയൻസിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓഡിയോ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഫസ്റ്റ് വൺ കൺവീനിയൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എവിടെ പോയാലും നമ്മുടെ എവിടെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം. രണ്ടാമത്തേന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ്. ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് വഴി ലിസണേഴ്സിൻ്റെ ഇമാജിനേഷനെ എൻഗേജ് ചെയ്ത് ഇരുത്താം വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻസ്. വിഷ്വൽ ഡിസ്ട്രാക്ഷൻസ് ഇല്ലല്ലോ, നമുക്ക് കേട്ടാൽ മാത്രം മതിയല്ലോ. സോ അങ്ങനെ അതാണ് എൻഗേജ്മെൻറ്റ്. പിന്നെ മൂന്നാമത്തേന്ന് വെച്ചാൽ ഭയങ്കര ആക്സസിബിൾ ആണിത്, അല്ലേ? ഈ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് കാണാൻ സാധിച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളത്. പിന്നെ നാലാമത്തേന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി. വെറൈറ്റി ആയിട്ടുള്ള വോയിസസും സ്റ്റോറീസും നമുക്ക് ഷെയർ ചെയ്യാൻ, നമുക്ക് കേൾക്കാം. അഞ്ചാമത്തത് ലേണിംഗ് ആണ്. അതായത് ടൂൾ ഫോർ ലേണിംഗ്. നമുക്ക് കേട്ടിതാണ്ട് ഇതുപോലെ യൂട്യൂബിൽ ഓഡിയോസൊക്കെ കേട്ട് നമുക്ക് പഠിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ പഠനം കുറച്ചും കൂടി എൻഗേജിങ് ആൻഡ് ആക്സസിബിൾ ആക്കി മാറ്റാം. ഇനി കീ പ്ലേയേഴ്സ് ഇൻ ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണ്? ആപ്പിൾ പോഡ്കാസ്റ്റ് ഉണ്ട്, സ്പോട്ടിഫൈ ഉണ്ട്, ഗൂഗിൾ പോഡ്കാസ്റ്റ് ഉണ്ട്. പിന്നെ ഓഡിയോ ബുക്ക് പബ്ലിഷേഴ്സിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഓഡിബിൾ ഉണ്ട്, പെൻഗ്വിൻ റാൻഡം ഹൗസ് ഉണ്ട്, ഹാർപ്പർ കോളിൻസ് ഉണ്ട്. ഓഡിയോ പ്രൊഡക്ഷൻ കമ്പനീസ് എന്ന് വെച്ചാൽ ജിംലെറ്റ് മീഡിയ, വണ്ടറി, റേഡിയോടോപ്പിയ. ഇവരൊക്കെ ഈ കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ക്രൈമോ കോമഡിയോ ഇതൊക്കെ വെച്ചിട്ട് ടാലൻറ്റഡ് പ്രൊഡ്യൂസേഴ്സിനെ റൈറ്റേഴ്സിനെ വെച്ചിട്ട് ഓഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നറേറ്റേഴ്സിനെ വെച്ചിട്ടും വോയിസ് ആക്ടേഴ്സിനെ വെച്ചിട്ടും നമുക്ക് ഓഡിയോ ബുക്സും പോഡ്കാസ്റ്റും ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അഡ്വർടൈസേഴ്സിനെ വെച്ചിട്ട് നമുക്ക് പോഡ്കാസ്റ്റും ബാക്കിയുള്ള ഓഡിയോ കണ്ടന്റും മോണറ്റൈസ് ചെയ്ത് നമുക്ക് ഇറക്കാം, ഒരു ആഡ് പോലെയും ഇറക്കാം. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് ഇമ്പാക്റ്റ് എന്താണ്? ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷണൽ ടൂളാണ്. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, വാല്യുബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ലിസണേഴ്സിന് കൊടുക്കാം. അതുപോലെ തന്നെ എമ്പതി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ലിസണേഴ്സിൻ്റെ ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പല ടൈപ്പ് നമ്മൾ വോയിസും കമ്മ്യൂണിറ്റീസിനെ കുറിച്ചും കേൾക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ ചേഞ്ചിന് ഒരു ടൂളാണ്, അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ, സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ലീഡേഴ്സിനെ അല്ലെങ്കിൽ ലിസണേഴ്സിനെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കും. പിന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇതിന് മെൻ്റൽ ഹെൽത്തിലുള്ളത്. അതായത് സ്ട്രെസ്സ് കുറയ്ക്കാം, നമുക്ക് ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാം, ഒരു ഓവറോൾ വെൽബീയിങ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. പിന്നെ ഫൈനലി എന്താണ്? എൻ്റർടൈൻമെൻ്റ് ആണ്. അതായത് ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ലിസണേഴ്സിന് ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ പോലെയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് റിലാക്സേഷൻ. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് ആണ് അടുത്തത്. പേഴ്സണലൈസേഷൻ ആണ് ഫസ്റ്റ് ഫീച്ചർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് ഇപ്പോൾ വളരെ ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഡേറ്റ ആൻഡ് അൽഗോറിതംസ് വെച്ചിട്ട് പേഴ്സണലൈസേഷൻ ചെയ്ത് അതായത് കോണ്ടന്റ് നമ്മൾ പല വെറൈറ്റിയിലുള്ള രീതിയിൽ ഇറക്കുന്നുണ്ട്. ഇൻറ്ററാക്റ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള, അതായത് കുറേ പ്ലാറ്റ്ഫോംസ് ചൂസ് യുവർ അഡ്വഞ്ചർ, ഇയർ പ്ലേ, ലീഡിങ് ദ വേ എന്നൊക്കെ പറഞ്ഞുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ വരുന്നതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പോപ്പുലറും ആകുന്നുണ്ട്. പിന്നെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ടെക്നോളജിയും യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റോറി ടെല്ലിംഗ് എക്സ്പീരിയൻസ് വഴി. അതിന് എക്സാമ്പിൾ ഹിയർ ആപ്പ് എന്നുള്ളതാണ്.
അതായത് ലൊക്കേഷൻ ബേസ്ഡ് ഓഡിയോ ടൂർസ് കൊടുക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉണ്ട്, അതായത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഓഡിയോ കണ്ടന്റ് ഇറക്കാൻ സാധിക്കുന്നു. പിന്നെ സ്പേഷ്യൽ ഓഡിയോ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരു 3D ഓഡിയോ എൻവയോൺമെൻറ്റ് നമുക്ക് ഹെഡ്ഫോണിലൂടെ സ്പീക്കറിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വെരി പവർഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ്. അപ്പോൾ ഈ ടെക്നോളജിയുടെ അവൈലബിലിറ്റിയാണ് ഓഡിയോ സ്റ്റോറി ടെല്ലിങ്ങിനെ കുറച്ചും കൂടി റീച്ചബിൾ ആക്കി മാറ്റിയത്. എഡ്യൂക്കേഷന് വേണ്ടി, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയും, ഇൻസ്പയർ ചെയ്യാനും അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയും മെൻ്റൽ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് എന്തെന്ന് പറയുന്നത് ഓഡിയോ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്.